Hi dear students, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന നമ്മുടെ ഒരു പുതിയ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഓഫ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് എന്നും ഇതിനെ അറിയപ്പെടും. ഇറ്റ് എൻകോംപസസ് ഓൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് റെസിഡൻറ്റ് ആൻഡ് ഇറ്റ്സ് നോൺ റെസിഡൻറ്റ്. ഇവിടെ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കണക്കാക്കുന്നത്. ഗുഡ്സ്, സർവീസ്, അതുപോലെ തന്നെ ഇൻകം, ഫൈനൽ ക്ലെയിംസ്, ലയബിലിറ്റീസ് എല്ലാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ ദി നാഷൻ സച്ച് ആസ് എക്സ്പോർട്ട് ഓർ ദ റെസീപ്റ്റ് ഓഫ് ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എക്സ്പോർട്ട്, റെസീപ്റ്റ് ഓഫ് ദി ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ രാജ്യത്തു നിന്നും കയറ്റി അയക്കുന്ന എക്സ്പോർട്ട്സ്, ഇൻകം, അതുപോലെ തന്നെ ലോണ് വിദേശ രാജ്യത്തു നിന്നും ലോൺ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ റെക്കോർഡഡ് ആസ് പോസിറ്റീവ് ഓർ സർപ്ലസ് ഐറ്റംസ്. യൂസ് ഓഫ് ഫണ്ട് സച്ച് ആസ് ഇമ്പോർട്ട്സ് ഓർ ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. നമ്മൾ ഈ ഫണ്ടിൻ്റെ യൂസിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇമ്പോർട്ട്സ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ആർ റെക്കോർഡഡ് ആസ് നെഗറ്റീവ് ഓർ ഡെഫിസിറ്റ് ഐറ്റം. ഇഫ് എ കൺട്രി ഈസ് ഇമ്പോർട്ടിംഗ് മോർ ദാൻ ഇറ്റ്സ് എക്സ്പോർട്ട്, ഇറ്റ് ഈസ് ട്രേഡ് ബാലൻസ് വിൽ ബി ഇൻ ഡെഫിസിറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്ങിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ബാലൻസ് എന്നാണ് പറയുന്നത്. ബട്ട് ദ ഷോർട്ട് ഫാൾ വിൽ ഹാവ് ടു ബി കൗണ്ടർ ബാലൻസ്ഡ് ഇൻ അതർ വേസ് സച്ച് ആസ് ഫണ്ട് ഏൺഡ് ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കിത് ഡെഫിസിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡെഫിസിറ്റ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുക. ബൈ റണ്ണിങ് ഡൗൺ സെൻട്രൽ ബാങ്ക് റിസർവ് ഓർ ബൈ റിസീവിങ് ലോൺ ഫ്രം ദി അതർ കൺട്രി. സെൻട്രൽ ബാങ്കിൻ്റെ റിസർവ്, അതുപോലെ തന്നെ ലോൺ ഫ്രം അതർ കൺട്രീസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഡെഫിസിറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബാലൻസ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ബാലൻസ് ആയി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ്. എലമെൻറ്റ്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ്. ഫസ്റ്റ് പോയിന്റ്, there are three main elements in the process ഓഫ് മെഷറിങ് ഇൻ്റർനാഷണൽ എക്കണോമിക് ആക്ടിവിറ്റി. ഇവിടെ എന്താണ്? 3 എലമെൻറ്റ്സുകളാണ് ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുന്നത്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ വാട്ട് ഈസ് നോട്ട് ആൻ ഇൻ്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ. ആദ്യം നോക്കുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് എന്താ ചെയ്യുക? അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസ്, അസറ്റ് ആൻഡ് മണി ക്രിയേറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടു ദ ഓവറോൾ BOP. പിന്നെ ചെയ്യുന്നത് നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും അസറ്റിൻ്റെയൊക്കെ ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യലാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യലാണ് അടുത്ത ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തതോ, അണ്ടർസ്റ്റാൻഡിങ് ദ ബുക്ക് കീപ്പിംഗ് പ്രൊസീജിയർ ഫോർ BOP അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് മൂന്നാമതായി ചെയ്യുന്നത്. ഇതാണ് ഒരു BOPൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സായിട്ട് നടക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ അക്കൗണ്ട്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ദ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ദ കറണ്ട് അക്കൗണ്ട് ഇൻക്ലൂഡ് ഓൾ ഇൻ്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ വിത്ത് ഇൻകം ഓർ പേയ്മെൻറ്റ് ഫ്ലോസ് ഒക്കറിങ് വിത്തിൻ ദ ഇയർ. ഒരു ഇയറിൽ നടക്കുന്ന ഇൻകവും അതുപോലെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും, എക്കണോമിക് ട്രാൻസാക്ഷനും കറണ്ട് അക്കൗണ്ടിൽ കാണിക്കും. ദ കറണ്ട് പീരീഡ്, അതായത് കറണ്ട് പീരീഡിലുള്ള അതായത് വർഷത്തെ ട്രാൻസാക്ഷനാണ് കാണിക്കുക. ദ കറണ്ട് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് 4 സബ് കാറ്റഗറീസ്. കറണ്ട് അക്കൗണ്ട് 4 സബ് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗുഡ്സ് ട്രേഡ്, അഥവാ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. മറ്റൊന്ന് സർവീസ് ട്രേഡ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. മറ്റൊന്ന് ഇൻകം കാറ്റഗറി,
പ്രിഡോമിനൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് വേർ മെയ്ഡ് ഇൻ പ്രീവിയസ് ഇയർ. അഥവാ നമ്മുടെ ഇവിടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം. മറ്റൊന്ന് കറണ്ട് ട്രാൻസ്ഫേഴ്സ്, എനി ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ കൺട്രീസ് ദാറ്റ് ഇൻ വൺ വേ ഗിഫ്റ്റ് ഓർ ഗ്രാൻഡ് ടേംഡ് ആസ് എ കറണ്ട് ട്രാൻസ്ഫർ. പിന്നൊന്നുള്ളതാണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഗ്രാൻഡുകൾ വിദേശ കൺട്രീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കറണ്ട് ട്രാൻസ്ഫറിൽ കാണിക്കും. ഈ 4 സബ് കാറ്റഗറീസ് ആയിട്ടാണ് കറണ്ട് അക്കൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മേജർ കമ്പോണൻസ്, ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ 2 മേജർ കമ്പോണൻസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്. The capital account is made up the transfer of financial asset and the acquisition of and disposal of non-produced or non-financial asset. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ അസറ്റുകൾ, അതുപോലെ തന്നെ അസറ്റിൻ്റെ നോൺ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ അസറ്റുകളുടെ അക്യൂസിഷനും ഡിസ്പോസലും എല്ലാം എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിലോ, ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. 3 കമ്പോണൻസ് ആണ് അതിലുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റൊന്ന് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതർ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ 3 ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് ദ നെറ്റ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ പെയ്ഡ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ടു എ കൺട്രി ഓഫ് ദി പർപ്പസ് ഓഫ് എക്സൈസിങ് കൺട്രോൾ ഓവർ അസറ്റ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത് എന്താണ്, ക്യാപിറ്റൽ പെയ്ഡ് ഔട്ടാണ് അതിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ക്യാപിറ്റൽ പെയ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും. അസറ്റിൻ്റെ മുകളിലുള്ള എക്സൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റൽ പെയ്ഡ് ഔട്ടാണ് ഇവിടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ ഇന്ത്യൻ ഫേം ബിൽഡ് എ കാർ ഫാക്ടറി ഇൻ അനദർ കൺട്രി. ഒരു ഇന്ത്യൻ ഫേം എന്ത് ചെയ്തു, മറ്റേതെങ്കിലും രാജ്യത്ത് ഒരു കാർ ഫാക്ടറി ഫോം ചെയ്തു. ദിസ് ഈസ് വുഡ് ഫോൾ അണ്ടർ ദി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെന്താണ്, ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ആ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. കാരണം എന്താണ്, ഇതൊരു ക്യാപിറ്റൽ പെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്. മറ്റൊന്നാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് ദ നെറ്റ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഫ്ലോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി കൺട്രി ബട്ട് ഡസ് നോട്ട് റീച്ച് ദ 10% ഓണർഷിപ്പ് ഹോൾഡ് ഓഫ് ദി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ എന്താണ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ വിദേശ കമ്പനികളുടെ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ സെയിലിംഗ് എല്ലാം എന്താണ്, ഇവിടെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ വരും. അതെന്താണ്, 10% കൂടുതലാവാൻ പാടില്ല. മറ്റൊന്നാണ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ദ ഫൈനൽ കാറ്റഗറി കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്. മറ്റൊരു ഇതിൽ വരുന്നതാണ് എന്താണ്, ഷോർട്ട് ടേം ലോങ് ടേം ക്രെഡിറ്റുകൾ, ക്രോസ് ബോർഡർ ലോൺസുകൾ, all types of institutions currency deposit, bank deposit, other account receivables, payments, ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടാത്ത എല്ലാതും ഇവിടെ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലയബിലിറ്റീസിലാണ് വരുന്നത്. മറ്റൊന്നാണ് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. ദിസ് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് അക്കൗണ്ട് മേക്ക് ഷുവർ ദാറ്റ് BOP ബാലൻസ്. ഈ എറേഴ്സുകളും ഒമിഷൻസുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, BOP ബാലൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ചുരുക്കി ഒന്ന് പറയുകയാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് അഥവാ മൈനസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസിക്കൽ ടു ബാലൻസ് ഓഫ് ട്രേഡ്. അതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. ഇനി എന്താണ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് നെറ്റ് ഏർണിങ്സ് ഓൺ ഇൻവിസിബിൾ അഥവാ ട്രേഡും സർവീസും നിന്ന് കിട്ടുന്നതാണ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ഇനി നെറ്റ് ഫ്ലോ ബൈ ഫോറിൻ എക്സ്ചേഞ്ച് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോസ്, FDI പോർട്ട്ഫോളിയോ, ഫോറിൻ ലോൺ, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. ഇതെല്ലാം കൂടിയുള്ളതാണ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്, ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, ഇതാണ് ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ചുരുക്കിയ രൂപം എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇക്വിലിബ്രിയം, ഡിസ്ഇക്വിലിബ്രിയം ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ആണ്. അതിൽ ആദ്യം ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദി
basis of double entry bookkeeping. Credit is always equal to debit. If the debit on the current account is greater than credit, fund flow into country, which are recorded on the credit side of the capital account. Excess of debit is wipe out. The concept of balance of payment is based on the concept of accounting equilibrium. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് അത് രാജ്യത്തെ എക്കോണമിക്ക് നല്ല രൂപത്തിൽ നല്ലൊരു സിഗ്നലായിട്ട് മാറുന്നത്. കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈക്വൽ ടു 0 എന്നുള്ള തരത്തിലേക്കാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം വരുന്നത്. ഇനി അടുത്തതാണ് ഡിസ്ഇക്വിലിബ്രിയം. ഡെബിറ്റ് എക്സീഡ് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് എക്സീഡ് ഡെബിറ്റ് കോസിങ് ഇംബാലൻസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ ഒന്നുകിൽ ക്രെഡിറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഡെബിറ്റ് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇംബാലൻസ് ആണ് സംഭവിക്കുന്നത്. അതിനെയാണ് ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സച്ച് എ ഇൻബാലൻസ് ഈസ് കോൾഡ് ഡിസ്ഇക്വിലിബ്രിയം. ഡിസ്ഇക്വിലിബ്രിയം മേ ബി ടേക്ക് പ്ലേസ് ഐദർ ഇൻ ദ ഫോം ഓഫ് ഡെഫിസിറ്റ് ഓർ ഇൻ ദ ഫോം ഓഫ് സർപ്ലസ്. ഇവിടെ എന്താണ്, ഒന്നുകിൽ അത് ഡെഫിസിറ്റ് ആകും അല്ലെങ്കിൽ അത് സർപ്ലസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. Disequilibrium of deficit arises when our receipt from the foreigners fall below our payment to foreigners. ഇവിടെ ഡെഫിസിറ്റ് ആവുന്നത് എപ്പോഴാണ്, നമ്മളുടെ ഫോറിൻ റെസിപ്റ്റ് അതിനേക്കാൾ കൂടുതൽ ഫോറിൻ പേയ്മെൻറ്റുകളാണ് കൂടുന്നത് എങ്കിൽ അവിടെ എന്താവും, ഡിസ്ഇക്വിലിബ്രിയം ഡെഫിസിറ്റാണ് അവിടെ വരുന്നത്. ഇറ്റ് അറൈസസ് വെൻ ദ എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് ദി കൺട്രീസ് എക്സീഡ് ഇറ്റ് സപ്ലൈ അറ്റ് ഗിവൺ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ദിസ് ഈസ് കോൾഡ് അൺഫേവറബിൾ ബാലൻസ് എന്നാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്. അഥവാ ഇവിടെ എന്താണ്, ഡിമാൻഡ് എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓഫ് ദി കൺട്രി എക്സീഡ് ഇറ്റ് സപ്ലൈയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, ഇവിടെ ഡിമാൻഡ് ഉണ്ടാവുന്ന സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഡിസ്ഇക്വിലിബ്രിയം ഓഫ് സർപ്ലസ് അറൈസസ് വെൻ ദ റെസിപ്റ്റ് ഓഫ് ദി കൺട്രി എക്സീഡ് ഇറ്റ്സ് പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് റെസിപ്റ്റ് വരികയാണെങ്കിൽ അതിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. സച്ച് എ സിറ്റുവേഷൻ അറൈസസ് വെൻ ദ എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ ദി ഫോറിൻ എക്സ്ചേഞ്ച്. ഇവിടുത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇറ്റ്സ് സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് എങ്കിൽ അവിടെ എന്താണ്, സച്ച് എ സർപ്ലസ് ഡിസ്ഇക്വിലിബ്രിയം ഈസ് ടേംഡ് ആസ് ഫേവറബിൾ ബാലൻസ്. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ റെസിപ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഫേവറബിൾ ബാലൻസ് ഉണ്ടാവുക. ആ സമയത്ത് എന്താണ്, ഡിമാൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഡിമാൻഡും കൂടുതലായിരിക്കും. അൺഫേവറബിൾ ആണെങ്കിൽ ഫോറിൻ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പേയ്മെൻറ്റ്സ് കൂടും, റെസിപ്റ്റ് കുറയും, ഡിമാൻഡ് എന്ത് ചെയ്യും, അവിടെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോസസ് ഓഫ് ഡിസ്ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഫസ്റ്റ് പോയിൻ്റാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നത് കൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ്, to meet their needs import become essential and quantity of the import may increase as population increase. ഇവിടെ രാജ്യത്തുള്ള ജനസംഖ്യ കൂടുന്നത് കൊണ്ട് ഇവിടെ ഓരോ ആവശ്യങ്ങളുള്ള അത്യാവശ്യ സാധനങ്ങൾ അതിനുള്ള ഡിമാൻഡ് കൂടും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വരും. ആ സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കും. ഇനി അടുത്തതാണ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ്. ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് ഹാവ് എംബാർക്ക്ഡ് അപ്പോൺ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് റിക്വയർഡ് ഇമ്പോർട്ടിങ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇവിടെ ഡെവലപ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടാവും. Some raw material which are not available at home and highly skilled and specialized manpower. നമ്മുടെ രാജ്യത്ത് ചില റോ മെറ്റീരിയൽ അവൈലബിൾ ആവില്ല, അതുപോലെ തന്നെ ഹൈലി സ്കിൽഡ് പേഴ്സൺസ് നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം ആയി മാറും. മറ്റൊരു സാഹചര്യമാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. വെൻ ദ പീപ്പിൾ ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഇമിറ്റേറ്റ് ദ കൺസംഷൻസ് ഓഫ് പാറ്റേൺ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്. വികസിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഈ ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ കൺട്രീസ് അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് നമ്മുടെ രാജ്യത്ത് കൂടും. അപ്പോൾ ഇമ്പോർട്ട് കൂടുതലായി ആവശ്യം വരും.
their export may remain constant or decline causing disequilibrium in the balance of payment. വിദേശ കമ്പനികളുടെ പ്രൊഡക്റ്റുകളായിരിക്കും കൂടുതലായിട്ടും ഡിമാൻഡ് രാജ്യത്ത് ഉണ്ടാവുക. അതുകൊണ്ട് സ്വദേശ പ്രൊഡക്റ്റുകൾക്കൊന്നും ഡിമാൻഡ് ഉണ്ടാവില്ല. അതിൻ്റെ എക്സ്പോർട്ടിങ്ങും കുറയുന്ന സാഹചര്യം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് ഇമ്പോർട്ടിങ് കൂടുതലായി കഴിഞ്ഞാൽ ഡിസിക്വിലിബ്രിയം സംഭവിക്കും. മറ്റൊന്നാണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ calamities adversely affect the agricultural and industrial production in the country. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? രാജ്യത്തെ അഗ്രികൾച്ചറൽ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും എല്ലാം ബാധിക്കുന്നുണ്ട്. എക്സ്പോർട്ട് മേ ഡിക്ലൈൻ വൈൽ ദ ഇമ്പോർട്ട് മേ ഗോ അപ്പ് കോസിങ് ഡിസ്ക്രിപ്പൻസി ഇൻ ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ട് കൂടുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റൊന്നാണ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ. ബിസിനസ് ഫ്ലക്ച്വേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്പറേഷൻസ് ഓഫ് ദി ട്രേഡ് സൈക്കിൾ മേ ആൾസോ കോസ് ഡിസ്ഇക്വിലിബ്രിയം ഇൻ ദ കൺട്രി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ എന്ത് ചെയ്യും? മാറി മാറി വരുന്ന കണ്ടീഷനായിരിക്കും. ചില സമയത്ത് ഓരോ സ്വദേശ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇമ്പോർട്ടിങ് കുറയും. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് കൂടും. നേരെ മറിച്ചും എക്കോണമി മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. മറ്റൊന്ന് ഇൻഫ്ലേഷൻ. ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രൈസ് ലെവൽ ഓവിങ് ടു റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വിൽ ഇൻക്രീസ് ഇമ്പോർട്ട് ആൻഡ് റെഡ്യൂസ് എക്സ്പോർട്ട് കോസിങ് ഡെഫിസിറ്റ് ഓഫ് ഇൻബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ഇൻക്രീസ് ആവുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. Superior marketing of the developed countries have increased their surplus. The poor marketing facilities in developing countries have pushed them into huge deficit. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടാകുന്ന രാജ്യത്തുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വളരെ പൂറായിരിക്കും. എന്നാൽ ഡെവലപ്ഡ് കൺട്രീസിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകൾ എല്ലായ്പ്പോഴും എല്ലാ രാജ്യത്തുള്ള കസ്റ്റമേഴ്സും വാങ്ങാനുള്ള സാഹചര്യം വരും. അതെന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തുള്ള പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കുറയും, എക്സ്പോർട്ടിങ് കുറയും, ഇമ്പോർട്ടിങ് കൂടും. മറ്റൊന്നാണ് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡ്യൂ ടു speculative reasons, the country may lose foreign exchange or gold stock. People in developing countries may also shift their capital to developed countries to safeguard against the political uncertainties. ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ് കാരണം ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാപിറ്റൽ എല്ലായ്പ്പോഴും ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു വികസിച്ച രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള പ്രൊഡക്ഷൻസും ഇൻഡസ്ട്രീസ് എല്ലാം ലോ മൂവ്മെൻറ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ് കുറയും, ഇമ്പോർട്ടിങ് കൂടുന്ന സാഹചര്യം വരും. മറ്റൊന്ന് ഗ്ലോബലൈസേഷൻ. ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ there has been more liberal and open atmosphere for the international movement of goods, service and capital. Competition has increased due to globalization of international economic relations. ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ മൂവ്മെൻറ്റുകൾ, ക്രോസ് ബോർഡർ മൂവ്മെൻറ്റുകൾ വളരെ ഈസിലി ആകും. ഗുഡ്സും സർവീസും എല്ലാം വളരെ സിമ്പിളായി മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും? അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. ചില രാജ്യത്ത് എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ, ഓരോ പ്രൊഡക്റ്റുകൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇമ്പോർട്ടിങ് വർദ്ധിക്കും. ഇനി അടുത്ത് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് BOP ഡിസ്ഇക്വിലിബ്രിയം. ഈ BOP ഡിസ്ഇക്വിലിബ്രിയത്തിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡൊമസ്റ്റിക് എക്കോണമിയിൽ വരുന്ന മാറ്റം, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രസ്സിംഗ് നീഡ് ഫോർ കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുള്ള ഒരു ആവശ്യകത വരും. ഡ്യൂ ടു ലോ ബിസിനസ് കോൺഫിഡൻസ് ഫോറിനേഴ്സ് ആർ റിലക്റ്റൻറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് എക്കോണമി. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കുറയും. മറ്റൊന്ന്, ഫേവർ സ്റ്റോക്ക് വെറൈറ്റി ഓഫ് എക്സോട്ടിക് ഗുഡ്സ് ആസ് ഇമ്പോർട്ട് ആർ ലിമിറ്റഡ് ഹെവി പ്രൊട്ടക്ഷൻ പോളിസീസ് വിൽ ബി യൂസ്ഡ്. ഇവിടെ നമുക്ക് ഹെവി പ്രൊട്ടക്ഷൻ പോളിസീസ് ആവശ്യമായി വരും. അതുപോലെ തന്നെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ്ഡ് എക്കണോമിക് ഗ്രോത്ത്. അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നത് കാരണത്താൽ എക്കണോമിക് ഗ്രോത്ത് കുറയും. ഇനി എക്സ്റ്റേണൽ എക്കോണമിയിലോ പുട്ട് പ്രഷർ ഓൺ ഗവൺമെൻറ് ടു എഡിറ്റ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്. എന്ത് ചെയ്യും? ഗവൺമെൻറ്റുകൾക്ക് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് എഡിറ്റ് ചെയ്യേണ്ട സമ്മർദ്ദങ്ങൾ വരും. അതുപോലെ തന്നെ ഡിവാല്യൂഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ്?
എക്സ്ചേഞ്ച് റേറ്റുകൾ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യങ്ങൾ വരും. ഇനി നമ്മൾ നോക്കുന്നത് കറക്റ്റീവ് മെഷേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ട്രേഡ് പോളിസി മെഷേഴ്സ്. ട്രേഡ് പോളിസി മെഷേഴ്സ് എങ്ങനെയാണ്? എക്സ്പാൻഡിങ് എക്സ്പോർട്ട് ആൻഡ് റെസ്ട്രെയിൻ ഇമ്പോർട്ട്സ്. എന്ത് ചെയ്യും? എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോളിസികൾ ഉണ്ടാക്കും, ഇമ്പോർട്ട് റെസ്ട്രെയിൻ ചെയ്യാനുള്ള പോളിസികളും ക്രിയേറ്റ് ചെയ്യും. ട്രേഡ് പോളിസീസ് മെഷർ ടു ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഫർ ടു ദ മെഷർ അഡോപ്റ്റ് to promote export and reduce import. Export may be encouraged by reducing or abolish export duties and lower interest rate on the credit used for the financial export. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പരമാവധി എന്താണ് എൻകറേജ്മെൻറ്റ് ഓരോ രാജ്യത്ത് പ്രൊവൈഡ് ചെയ്യും. ഡ്യൂട്ടീസ് എല്ലാം ഒഴിവാക്കി കൊടുക്കും, ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കും. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റുകളും ഈ ഒരു രൂപത്തിൽ കൊടുക്കും. ഓൺ ദി അതർ ഹാൻഡ് ഇമ്പോർട്ട് മേ ബി റെഡ്യൂസ്ഡ് ബൈ ഇമ്പോസിങ് താരിഫ് പോലെയുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് ഇമ്പോർട്ട് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ട് മേ ബി ഓൾസോ റെസ്ട്രിക്റ്റഡ് ത്രൂ ഇമ്പോസിങ് ഇമ്പോർട്ട് കോട്ടാസ് ഇൻട്രൊഡ്യൂസ് ലൈസൻസ് ഫോർ ഇമ്പോർട്ട്. ഇവിടെ എന്താണ് ഇൻട്രൊഡ്യൂസിങ് ഇമ്പോർട്ട് കോട്ടാസ്, ഇമ്പോർട്ടിൻ്റെ കോട്ടാസ് ലിമിറ്റ്, നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ലിമിറ്റ് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസിങ് ലൈസൻസ് എന്ത് ചെയ്യും? കൊണ്ടുവരും. അതാണ് ഇവിടെ ട്രേഡ് പോളിസി മെഷേഴ്സിൽ സംഭവിക്കുന്നത്. മറ്റൊന്നാണ് എക്സ്പെൻഡിച്ചർ റെഡ്യൂസിങ് പോളിസീസ്. പരമാവധി ചെലവ് കുറച്ചുള്ള പോളിസികൾ കൊണ്ടുവരും. ദ ഇമ്പോർട്ടൻ്റ് വേ ടു റെഡ്യൂസ് ഇമ്പോർട്ട് and thereby reduce deficit in balance of payment is to adopt monetary and fiscal policies. മറ്റ് ഇവിടെ നമ്മളെന്താണ് ഫിസിക്കൽ പോളിസീസും ഇവിടെ അതുപോലെ തന്നെ മോണിറ്ററി പോളിസീസും ഇവിടെ കൊണ്ടുവരും. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഇമ്പോർട്ടൻറ്റ് ടൂൾസ് റെഡ്യൂസ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ആർ ദ യൂസ് ഓഫ് ടൈറ്റ് മോണിറ്ററി പോളിസീസ് ആൻഡ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി. എന്താണ് ടൈറ്റ് മോണിറ്ററി പോളിസി? റൈസിങ് ദ കോസ്റ്റ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. റൈസിങ് ബാങ്ക് റേറ്റ്. ഡിസ്കറേജ് ബിസിനസ് മാൻ ടു ബോറോ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു ബോറോ ഫോർ ബൈയിങ് ഡ്യൂറബിൾ കൺസ്യൂമബിൾ ഗുഡ്സ്. ഇവിടെ കൺസ്യൂമേഴ്സിന് കൂടുതൽ വാങ്ങാനുള്ള എന്ത് ചെയ്യുന്നു? ഡിസ്കറേജ് ദ ബിസിനസ്മാനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വാങ്ങാനുള്ള ഡിസ്കറേജ് ആവും ഇവിടെ ഈ പോളിസിയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റിംഗ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യും. അതാണ് ടൈറ്റ് മോണിറ്ററി പോളിസിയിൽ സംഭവിക്കുന്നത്. മറ്റൊന്നാണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി. ഫോൾ ഇൻ ഡൊമസ്റ്റിക് പ്രൈസസ് ഓർ ലോവർ റേറ്റ് ഇൻ ഇൻഫ്ലേഷൻ വിൽ ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് റേദർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ലോവർ ഡൊമസ്റ്റിക് പ്രൈസസ് ഓർ ലോവർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വിൽ സ്റ്റിമുലേറ്റ് എക്സ്പോർട്സ്, ഫോൾ ഇൻ ഇമ്പോർട്ട് ആൻഡ് റൈസ് ഇൻ എക്സ്പോർട്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡൊമസ്റ്റിക് പ്രൈസ് കുറയുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഗുഡ്സിനേക്കാൾ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്പോർട്ട് കൂടാനുള്ള സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തതാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസീസ്. പ്രൈസ് ഓഫ് ഇമ്പോർട്ട്സ് ആർ ഇൻക്രീസ്ഡ് ബൈ മേക്കിംഗ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് റിലേറ്റീവ്ലി ചീപ്പർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ഓഫ് ഇമ്പോർട്ട്സ് ഇവിടെ നമ്മുടെ ഇമ്പോർട്ട്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലായ്പ്പോഴും ചീപ്പറായിരിക്കും ഉണ്ടായിരിക്കുക. ദ ഇമ്പോർട്ട് ഫോം ഓഫ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി ഈസ് ദ റിഡക്ഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് of the national currency. The namely devaluation is made when a country is under fixed exchange rate system and occasionally decide the lower exchange rate of its currency to improve BOP. ഇവിടെ എന്താണ്? ലോവർ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കും. മറ്റൊന്നാണ് എക്സ്ചേഞ്ച് കൺട്രോൾ. അണ്ടർ ഇറ്റ്സ് ഓൾ the exporters are ordered to surrender
their foreign exchange to central bank of a country, and it is then rationed out among the licensed importers. No one else is allowed to import goods without valid license. ഇവിടെ വാലിഡ് ലൈസൻസ് ഇല്ലാതെ എന്ത് ചെയ്യില്ല, ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കില്ല. അതുപോലെ തന്നെ നിലവിലുള്ള ഇമ്പോർട്ടേഴ്സിന് എന്ത് ചെയ്യും, ഇവിടെ സറണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സെൻട്രൽ ബാങ്കിൻ്റെ കൺട്രോളിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക. അതുപോലെ തന്നെ എല്ലാ എക്സ്പോർട്ടേഴ്സിനോടും ഫോറിൻ എക്സ്ചേഞ്ച് സറണ്ടർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതാണ് കറക്ഷൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയം കോൾ ഫോർ ജുഡീഷ്യസ് കോമ്പിനേഷൻസ് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് അഫക്റ്റിംഗ് ഇൻകം പ്രൈസ് ഓഫ് ദി കൺട്രി, എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ദി അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ക്യാപിറ്റൽ മൂവ്മെൻറ്റ്, എക്സ്ചേഞ്ച് കൺട്രോൾ. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള പോയിന്റിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഈ 5 കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയുടെ BOP പൊസിഷനാണ് പറയുന്നത്. ഇന്ത്യാസ് BOP സ്ലിപ്പ്ഡ് ഇൻ ടു ഡെഫിസിറ്റ് ഇൻ ദ തേർഡ് ക്വാർട്ടർ ഓഫ് 2015-16. 2015-16 ഇത് ഡെഫിസിറ്റ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഇൻ നിയർലി 2 ഇയർ. ഇവിടെ 2 വർഷത്തിനിടയിൽ സംഭവിച്ചതാണ് ഈ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആസ് എ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടേൺ നെറ്റ് സെല്ലേഴ്സ് ഓഫ് ദി കൺട്രീസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിസംബർ 2015 US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്. ഇവിടെ 2015 എന്താണ്, ഫിനാൻഷ്യൽ അസറ്റിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇത് നമ്മുടെ പ്രൊട്ടക്ഷനിസം എന്നുള്ള ആ 3ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. താങ്ക് യു.